ഹമാസ് നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും അറിയിച്ചു. അമേരിക്കയുടെ കൂടി പിന്തുണയോടെ വെടിനിർത്തൽ നടപ്പാക്കാനാണ് നീക്കം. വിവരങ്ങളുമായി രേണുക രാജനാണ് ചേരുന്നത്. രേണുക, ആദ്യഘട്ടം പൂർത്തിയായി, പിന്നീട് വീണ്ടും സംഘർഷത്തിലേക്കൊക്കെ കടന്നു, അതിലും നിരവധി മരണങ്ങൾ. ഇപ്പോൾ ഈ ഒരു പുതിയ കരാർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, അല്ലേ? തീർച്ചയായും കാളിദാസ്, വെടിനിർത്തൽ ഈ വർഷം അവസാനിക്കും അല്ലെങ്കിൽ ഈ മാസത്തിനുള്ളിൽ അവസാനിക്കും എന്നുള്ള രീതിയിൽ വളരെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹമാസ് ബന്ദികളെ കൈമാറാത്തതിനെ തുടർന്ന് വെടിനിർത്തൽ ലംഘിച്ച ഇസ്രായേൽ എന്നിങ്ങനെ രീതിയിലേക്കാണ് വാർത്തകളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. ഹമാസ് നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിൽ നിന്നും ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയോട് കൂടി പിന്തുണയാണ് ഈ വെടിനിർത്തൽ ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വെടിനിർത്തൽ നിർത്തലാക്കാൻ പോകുന്നുള്ള കാര്യത്തിലേക്കൊക്കെ തന്നെ കടക്കുന്നുണ്ട്. ഏറ്റവും നിർണായകമായ സംഭവം പോലും ഇരു കക്ഷികളും തമ്മിലുള്ള ഒരു രൂക്ഷമായ ഒരു വിമർശനം, അല്ലെങ്കിൽ രൂക്ഷമായ രീതിയിലുള്ള ഈ ബന്ദികളെ കൈമാറാത്തത്, അല്ലെങ്കിൽ ബന്ദികളെ കൈമാറുന്നതിലുണ്ടാകുന്ന ചില വിഷയങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വെടിനിർത്തൽ ഈ താൽക്കാലികമായി നടപ്പിലാക്കുകയും അതോടൊപ്പം തന്നെ പലതവണയായി ഇത് മുടങ്ങിപ്പോകുന്നതും. 2024 ഡിസംബറിൽ പോലും ഒരു സഖ്യകക്ഷികളുടെ ഒരു അടിസ്ഥാനത്തിൽ ഒരു യോഗത്തിൽ ഈ വെടിനിർത്തൽ നിർത്തലാക്കണമെന്ന രീതിയിൽ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയെങ്കിൽ പോലും രണ്ടാം ഘട്ടം വളരെ മോശമായ രീതിയിൽ തന്നെ ആ രണ്ടാം ഘട്ടവും നടപ്പിലാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഹമാസിന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഹമാസ് ബന്ദികളെ കൈമാറാത്തതിനെ തുടർന്ന് വെടിനിർത്തൽ ലംഘിച്ച ഇസ്രായേൽ ഈ മാസം 18 മുതൽ ഗാസയിൽ രൂക്ഷമായ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നിർണായകമായ ഒരു സംഭവം, ഈ കേസിലെ ഗാസയിൽ ഹമാസിനെതിരെ വനൊരു പ്രതിഷേധം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ പാലസ്തീനുകൾ ഒരു രൂക്ഷമായൊരു സംഘം ഈ ഒരു പ്രദേശത്തേക്ക് എത്തുകയും വെടിനിർത്തൽ അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് 2021 ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധം വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത്. 2021 മുതൽ 25 വരെയുള്ള കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ 60,000-ന് മുകളിൽ ആളുകളാണ് മരിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും നിർണായകമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ മരിച്ചിരിക്കുന്നത് വേണം എടുത്തു പറയേണ്ട ഒരു സാഹചര്യം കൂടെ ഉണ്ട്. 48,405 പാലസ്തീനുകാർ മരിച്ചിട്ടുണ്ട്, 1,706 ഇസ്രായേലികൾ മരിച്ചിട്ടുണ്ട്, 1,666 മാധ്യമപ്രവർത്തകരടക്കം മരിച്ചിട്ടുണ്ട്. ഹമാസിന്റെ വിഷയം, അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ നിർത്തുമെന്നൊരു സൂചന നൽകി ഇരു കക്ഷികളും സമ്മതിച്ചതിന് ശേഷം ബന്ദികളെ കൈമാറുന്നതിനിടയിൽ ഉണ്ടാകുന്ന ചില തടസ്സങ്ങളെ തുടർന്ന് തന്നെയാണ് ഈ വെടിനിർത്തൽ വീണ്ടും രൂക്ഷമാകുന്നത് ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നത്, ബോംബെറിയുന്ന ആക്രമണം ഉണ്ടാകുന്നത്, അങ്ങനെ പല രീതിയിൽ 2021 മുതൽ 25 വരെ വർഷങ്ങളായിട്ടൊരു യുദ്ധം തന്നെയാണ് ഇവിടെ ഇപ്പോൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു വെടിനിർത്തൽ നിർത്തുമെന്നൊരു സാഹചര്യത്തിലേക്ക് തന്നെ വന്നേക്കുകയാണ്. ഹമാസിന്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് വെടിനിർത്തൽ നിർത്തും എന്നൊരു രീതിയിലേക്ക് വന്നിരിക്കുന്നത്. എത്രമാത്രം പോസിബിൾ ആകും, അല്ലെങ്കിൽ എത്രമാത്രം ഇത് സജീവം നമുക്ക് കൃത്യമായ രീതിയിൽ ഇത് വിനിയോഗിക്കാൻ കഴിയുമെന്നൊരു കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് അറിയിച്ചിരിക്കുകയാണ്, അമേരിക്കയുടെ ഒരു സാന്നിധ്യത്തിൽ തന്നെ ഈ വെടിനിർത്തൽ നിർദ്ദേശം അല്ലെങ്കിൽ ഹമാസിന്റെ നിർദ്ദേശം അംഗീകരിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കാളിദാസ്, ശരി, രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.